കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓവുലേഷൻ വരെ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓവുലേഷന് തന്നെ പ്രഗ്നൻ്റ് ആകാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ടിപ്പിനെ പറ്റിയിട്ടും, ഒപ്പം ഇത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടുമാണ്. ഓവുലേഷൻ വരെയാണ് എടുക്കുന്നതെങ്കിൽ, അത് സ്ത്രീയും പുരുഷനും കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ മാസം തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് മുരിങ്ങാക്കോലിനെ പറ്റിയിട്ടാണ്, അഥവാ ഡ്രം സ്റ്റിക്ക്. ഈ മുരിങ്ങാക്കോൽ എന്ന് പറയുന്നത് ഒരുപാട് വിറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസിലും ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഗ്രീൻ കളറുള്ള വെജിറ്റബിൾസിലൊക്കെ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടും. അല്ലാത്ത രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ മുരിങ്ങാക്കോല് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. അതല്ലാത്ത രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇതിലെ ഗുണങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ബി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ, അതുപോലെ കാൽസ്യം, പൊട്ടാഷ്യം, അയൺ ആൻഡ് പ്രോട്ടീൻ, അമിനോ ആസിഡ്, മാഗ്നീഷ്യം എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം, ഇത് നിങ്ങളുടെ അണ്ടത്തിനും അതുപോലെ തന്നെ പുരുഷന്റെ ബീജത്തിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള അയൺ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അതുവഴി സുഗമമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ശരീരത്തിൽ അയണിന്റെ അളവ് കൂടുന്നത് നമ്മളിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. നമ്മൾ അനീമിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞോടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ അണ്ടം വളരണമെന്നാണെങ്കിലോ നമ്മൾ അനീമിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് പോകുന്ന ബ്ലഡിന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബീജം വളരുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ എത്തുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കോലോ മുരിങ്ങയിലയോ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുമാത്രമല്ല, പുരുഷന്മാരിലാണെങ്കിലും അവരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പുരുഷന്റെ സെമന്റെ ക്വാളിറ്റിയും മോട്ടിലിറ്റിയും അതുപോലെ തന്നെയുള്ള അതിന്റെ സ്പീഡും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിക്ക് നടക്കണമെങ്കിൽ അതെല്ലാം ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിലും നിങ്ങൾ ഈ ഫുഡ് ഐറ്റം ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി എപ്പോഴാണ് സ്ത്രീകൾ ഇത് ഉപയോഗിക്കേണ്ടത്, കുറയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മളുടെ ശരീരത്തിൽ വേണ്ട ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു ഡ്രോപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ദെൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഇൻക്രീസ് ശരീരത്തിൽ കൂടുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഷെഡ് ആക്കാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. കാരണം പ്രൊജസ്ട്രോൺ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ എൻഡോമെട്രിയം ഷെഡ് ആകാതെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഓവുലേഷന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും പ്രഗ്നൻസി ആകാത്തവർക്കും ഒക്കെ ഡോക്ടേഴ്സ് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ കൊടുക്കുന്നത്. ഇവിടെ പ്രൊജസ്ട്രോണിന്റെ ആ ഒരു പ്രവർത്തനത്തിനെ ഒന്ന് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ മുരിങ്ങയിലയോ അല്ലെങ്കിൽ മുരിങ്ങാക്കോലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണമാകുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽഫ സിസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ ഹോർമോണുമായിട്ട് സാമ്യമുള്ള ഒന്നാണ്. ഈസ്ട്രജൻ ഹോർമോൺ ആ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആകുന്നു. യൂട്രസിന്റെ മസിൽസ് ആ സമയത്ത് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് അവിടെ ഷെഡ് ആകുന്നതിനും പീരിയഡ്സ് നമുക്ക് വരുന്നതിനും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ എത്രത്തോളമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഏത് വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ കൂടി തന്നെ അത് കൃത്യമായിട്ടുള്ള രീതിക്ക് എടുക്കുകയാണെങ്കിൽ അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ മുരിങ്ങാക്കോല അല്ലെങ്കിൽ മുരിങ്ങയിലയോ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള, അതായത് നമ്മുടെ പീരിയഡ്സിന്റെ ഒരു സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഒരു തേർഡ് ഡേ മുതലൊക്കെ ആണെങ്കിൽ നമ്മുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട സമയമാണത്. ആ സമയങ്ങളിൽ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റുകളൊക്കെ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ പുരുഷന്മാർക്കും നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് മുൻപുള്ള സമയങ്ങളിൽ ഈ ഫുഡ് ഐറ്റം ആഡ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമൻ
ഹോർമോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ ഏകദേശം നമ്മുടെ അണ്ടം വളർന്നു തുടങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങളത് കൊടുക്കുക. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൊടുത്ത് തുടങ്ങുകയാണെങ്കിൽ എഗ്ഗിന്റെ ഗ്രോത്ത് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കേണ്ട കാര്യമാണ് എത്രത്തോളം എടുക്കണം എന്നുള്ളത്. ഒരിക്കലും പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് മുരിങ്ങയില നമുക്ക് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ മുരിങ്ങാക്കോല് നമുക്ക് കഴിക്കാനായിട്ടോ സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് എത്രത്തോളമാണോ, അതായത് ഒരു 3, 4, 5 ഒക്കെ അല്ലേ നമുക്ക് ഒരു നേരം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. 5 പീസ് അതല്ലേ നമുക്ക് ഒരു നേരം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അത്രയും മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. ഒരിക്കലും അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നെ നമ്മളിപ്പോൾ മുരിങ്ങാക്കോലും മുരിങ്ങയിലൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കയ്പുള്ള മുരിങ്ങയിലേക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മാറ്റി നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ പുറമേ നിന്നാണ് മേടിച്ച് കഴിക്കുന്നതെങ്കിൽ, ഇപ്പം മുരിങ്ങയിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നല്ലതുപോലെ വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കുക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന നമ്മൾ ഒടിച്ച് പറിച്ചെടുത്ത് കറി വെക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ പുറത്തുനിന്ന് മുരിങ്ങയില മേടിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കെമിക്കൽസ് അല്ലെങ്കിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മുടെ ഈ വെജിറ്റബിൾസിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചേച്ചി അറിയാതെ മുരിങ്ങയിലയും മുരിങ്ങാക്കോലും ഒക്കെ കഴിച്ചു പോയി ഞങ്ങളുടെ പ്രഗ്നൻസി നഷ്ടമായി പോകുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. കാരണം ഏത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും നമ്മൾ എടുക്കുന്നത് ഒരുപാട് കൂടുതലായിട്ട് പോകുമ്പോൾ മാത്രമേ അത് നമ്മുടെ പ്രഗ്നൻസിയെ അഫക്ട് ചെയ്യുള്ളൂ. ഒരിക്കലും ഒരാളും 5-10 മുരിങ്ങയിലയോ അല്ലെങ്കിൽ 5-10 മുരിങ്ങാക്കോലോ അല്ലെങ്കിൽ ഒരുപാട് മുരിങ്ങയിലയോ ഒരാളും കഴിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ കുറച്ച് കഴിച്ചതുകൊണ്ട്, അതായത് ഒരു കുറച്ച് പീസൊക്കെ എടുത്ത് വല്ലപ്പോഴും ഒരു ദിവസം കഴിച്ചുകൊണ്ടൊന്നും അത് ഒരിക്കലും നിങ്ങളുടെ പ്രഗ്നൻസിക്ക് അഫക്ട് ചെയ്യില്ല. പല രീതിക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മുരിങ്ങാക്കോൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് അത് കറി വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ സൂപ്പായിട്ട് ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ മുരിങ്ങയിൽ നല്ലതുപോലെ വേവിച്ചിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചിട്ട് നിങ്ങൾ കുടിക്കുകയോ ചെയ്യുന്നത് ഗുണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മുരിങ്ങയിലാണെങ്കിലും തോരൻ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളിത് എടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങാക്കോല് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ആരൊക്കെയാണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ, പ്രഗ്നന്റ് ആകാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും പ്രഗ്നൻസി കിട്ടാത്ത ആളുകളൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ന്യൂലി മാരിഡ് ആയിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല കേട്ടോ. നമ്മൾ ഓവുലേഷൻ നടക്കാനായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരും അല്ലെങ്കിൽ IUI പോലുള്ള പ്രോസസ് ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത്തരം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് സെപ്പറേറ്റ് ഒരു ഒരു ആഡോൺ ആയിട്ടൊരു ബെനിഫിറ്റ് കൊടുക്കുന്നതിനും ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.